1959 ഒക്ടോബർ 5 അൽമനാറിൽ നിങ്ങൾ എഴുതിയത് എന്താണ്? നിങ്ങൾ പച്ചക്ക് എഴുതുകയാണ്, ജൂതന്മാരുടെ കുറെ ആശയങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കുറെ ജൂതായിസം കടന്നു വന്നിട്ടുണ്ട്. ആരാണ് ആ ജൂതായിസം കൊണ്ടുവന്നത്? ആരാണ് ആ ജൂതായിസം ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്? സഹോദരന്മാരെ, വഹാബികൾ എഴുതുകയാണ്, അത് മഹാന്മാരായ സ്വഹാബിമാരാണ്. അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഇങ്ങനെ വന്നത്. മുസ്ലിമീങ്ങളിൽ ഇത് പ്രചരിച്ചത് അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്ന് ഇൻജീലിൽ നിന്ന് എടുത്തു ധരിക്കുകയും ചെയ്തു. തെരീമുദ്ദാരി, കഅബ് ബിൻ അഹ്ബാർ, വഹബ് ബിൻ മുനബ്ബഹ്, അബ്ദുല്ലാഹി ബിൻ സലാം എന്നീ 4 പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ ചെന്നെത്തുക. ഈ പറയുന്നത് എന്താണ്? മഹാരഥന്മാരായ സ്വഹാബിമാര്, ആ സ്വഹാബിമാർ ഇസ്ലാമിന്റെ വിശ്വാസം തകർക്കുന്ന ജൂതക്കഥകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ച നിങ്ങളോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കൈക്കൂലി വാങ്ങുന്നു എന്ന് എഴുതി വെച്ച ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഹാബികളെ പറയൂ. നിങ്ങളെ മലയാളികൾക്കിടയിൽ, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഷിയാക്കളല്ല സ്വഹാബി എന്ന് പ്രചരിപ്പിച്ചത് വഹാബികളാണ്. ഇനിയും അവർ എഴുതുകയാണ്, 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിമീങ്ങളിൽ പ്രചരിക്കാൻ ഇടവന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിങ്ങൾ നോക്ക്, വള്ളി പുള്ളി വിടാതെ ഇസ്ലാമിനെ കറക്റ്റായി കൈകാര്യം ചെയ്ത ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് ജൂതക്കഥകൾ കൈമാറ്റം ചെയ്യാൻ വേണ്ടി മദീന പള്ളിയുടെ മിഹ്റാബ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ദുരുപയോഗം ചെയ്തു എന്ന് എഴുതി വെച്ച തോന്നിവാസികളാണ് നിങ്ങൾ. ഷിയാക്കളെക്കാളും സ്വഹാബികളോട് വിരോധം വെച്ച് ഉയർത്തിയ വിഭാഗമാണ് നിങ്ങൾ. സഹോദരങ്ങളെ, തീർന്നില്ല. വീണ്ടും വഹാബികൾ എഴുതുകയാണ്, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കാലത്ത് ഇതേ പരിപാടി മദീന പള്ളിയുടെ മിഹ്റാബിൽ മുത്തുനബി ഇവിടെ പ്രബോധനം ചെയ്ത് പൂർത്തീകരിച്ച മതത്തെ തകർക്കാൻ, ഇസ്ലാമിലേക്ക് ജൂതായിസം കടത്തിക്കൂട്ടാൻ വേണ്ടി ഇസ്ലാമിലെ 2ാം ഖലീഫയും 3ാം ഖലീഫയും മദീന മിഹ്റാബ് ദുരുപയോഗം ചെയ്തു എന്ന് എഴുതി വെച്ച ധിക്കാരികളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഷിയാക്കളെ കല്ലെറിയാൻ കഴിയുന്നത്? അവരെക്കാൾ നിങ്ങളല്ലേ ഈ തോന്നിവാസം എഴുതി വെച്ചത്? ഇത്തരം മനോഭാവം കൊണ്ടല്ലേ നിങ്ങൾ പച്ച മലയാളത്തിൽ വാഴക്കാട്ടുകാരൻ എം ടി അദ്രൈമ മൗലവി എഴുതിയത്? കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് തുല്യമാണ് സ്വഹാബികളും, മതരംഗത്ത് അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് വിളിച്ചു പറഞ്ഞല്ലേ നിങ്ങൾ മിഹ്റാബുകളിൽ, നിങ്ങൾ മിമ്പറുകളിൽ അറബി ഖുത്ബ മാറ്റി മലയാളം കൊണ്ടുവന്നത്, കന്നഡ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മഹാരഥന്മാരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ ഷിയാക്കൾ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ, അതിന് ആവശ്യാനുസരണം വിമർശിക്കാനും പ്രതിരോധിക്കാനും ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്ത് അവകാശമാണ് അതിനുള്ളത്? ഇനിയോ സഹോദരങ്ങളെ, ആ സ്വഹാബിമാരോട് വഹാബികൾ ചെറിയതൊന്നല്ല ചെയ്തു വെച്ചത്. നിങ്ങൾ നോക്ക്, ആ സ്വഹാബികളെ ഷിയാക്കൾ തള്ളിയതുപോലെ, അല്ലെങ്കിൽ ഷിയാക്കളെക്കാൾ സ്വഹാബികളെ തള്ളിയത് ആരാ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എങ്ങനെയാണ് വഹാബി പള്ളിയിൽ ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നടപ്പിലാക്കിയ 20 റക്അത്ത് തറാവീഹ് ഇല്ലാതെ പോയത്? എങ്ങനെയാണ് 4 ഖലീഫമാരും മിമ്പറയിൽ കയറിയത് വടി പിടിച്ചിട്ടാണ്? ആ വടി എങ്ങനെയാണ് സഹോദരങ്ങളെ വഹാബി പള്ളി മിമ്പറയിൽ നിന്ന് നഷ്ടപ്പെട്ടത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 2 ബാങ്ക് നടപ്പിലാക്കിയത്. വഹാബി പള്ളിയിലും എങ്ങനെയാണ് 2ാമത്തെ 2 ബാങ്കിൽ 1 പോയത്? സ്വഹാബികളെ വിശ്വാസമില്ലാത്തത് കൊണ്ട്.